റഷ്യ യുക്രൈൻ വെടിനിർത്തൽ യുഎസ് പിന്തുണയുള്ള നിർദ്ദേശം മോസ്കോ അംഗീകരിക്കുമോ? 30 ദിവസത്തെ വെടിനിർത്തൽ കരാറിൽ അമേരിക്കയും യുക്രൈനും ധാരണയിലെത്തിയിട്ടുണ്ട്. ഇനി റഷ്യയുടെ അംഗീകാരത്തിനായുള്ള കാത്തിരിപ്പാണ്. മോസ്കോയോട് പ്രതികരിക്കണമെന്ന് വാഷിംഗ്ടൺ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും റഷ്യ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. പുടിനും കരാർ അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. റഷ്യ സമ്മതം മൂളിയാൽ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള യൂറോപ്പിലെ ഏറ്റവും വലിയ സംഘർഷത്തിന് 3 വർഷത്തിലധികം നീണ്ട യുദ്ധത്തിന് താൽക്കാലിക ആശ്വാസമുണ്ടാകും. സംഘർഷം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്കായി യുക്രൈൻ US പ്രതിനിധികൾ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ 8 മണിക്കൂറിലധികം നീണ്ട മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനം. ട്രംപും യുക്രൈനിയൻ നേതാവ് സെലൻസ്കിയും ഇവർ തമ്മിലുള്ള ഓവൽ ഓഫീസിലെ തർക്കത്തിന് ശേഷം ഇരുപക്ഷവും തമ്മിലുള്ള ആദ്യ ഇടപെടൽ കൂടിയാണിത്. ജിദ്ദ മധ്യസ്ഥത വഹിച്ച ചർച്ചകൾക്ക് ശേഷം യുക്രൈനിലേക്കുള്ള സൈനിക സഹായത്തിനും രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനുമുള്ള നിയന്ത്രണങ്ങൾ ഉടൻ നീക്കുമെന്ന് US അറിയിച്ചിരുന്നു. ഈ ഒരു പ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ് യുദ്ധത്തിൽ 30 ദിവസത്തെ അടിയന്തര വെടിനിർത്തൽ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് യുക്രൈൻ അറിയിച്ചത്. റഷ്യയെ അനുനയിപ്പിക്കാൻ സാധിച്ചാൽ 2022 യുക്രൈനെതിരെ പൂർണ്ണ തോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിന് ശേഷമുള്ള 3 വർഷത്തിലേറെയായി നടക്കുന്ന യുദ്ധത്തിലെ ആദ്യത്തെ വെടിനിർത്തലായിരിക്കും ഈ ഒരു സംഭവം. എന്നാൽ യുക്രൈനിന്റെ പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്ക് ശേഷം റഷ്യ കീവിൽ വ്യോമാക്രമണം നടത്തി. എന്തായാലും ചർച്ചകൾക്ക് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവന പ്രകാരം ഈ ഒരു വെടിനിർത്തൽ കര, വ്യോമ, നാവിക ഇടപെടലുകൾ ഉൾപ്പെടെ എല്ലാ സജീവ യുദ്ധ മുന്നണികളെയും ഉൾക്കൊള്ളും. യുദ്ധ തടവുകാരുടെ കൈമാറ്റം, അതുപോലെ തടവിലാക്കപ്പെട്ട സാധാരണക്കാരുടെ മോചനം, റഷ്യയിലേക്ക് നിർബന്ധിതമായി മാറ്റിപ്പാർപ്പിക്കപ്പെട്ട യുക്രൈനിയൻ കുട്ടികളുടെ തിരിച്ചയക്കൽ തുടങ്ങിയ മാനുഷിക നടപടികളും കരാറുകളിൽ ഉൾപ്പെടുന്നു. കൂടാതെ ഫെബ്രുവരിയിലെ വിവാദപരമായ വൈറ്റ് ഹൌസ് യോഗത്തിന് ശേഷം മുടങ്ങിക്കിടന്ന യുക്രൈനിന്റെ ധാതു, അപൂർവ ഭൂമി വിഭവങ്ങളെക്കുറിച്ചുള്ള നിർണായക കരാറിനെ ഈ ഒരു കരാർ പുനരുജ്ജീവിപ്പിക്കുന്നു. സെലൻസ്കിയുടെ നിലപാടുകളിൽ ട്രംപ് നേരത്തെ അതൃപ്തി പ്രകടിപ്പിച്ചതിനെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കലിനുള്ള താൽക്കാലിക വിരാമം ഇത് നീക്കാനും യുക്രൈനിനുള്ള സൈനിക സഹായം പുനരാരംഭിക്കാനും US സമ്മതിച്ചിട്ടുണ്ട്. കരാർ ശരിക്കും ഒരു പുതുക്കിയ US യുക്രൈൻ പങ്കാളിത്തത്തെ സൂചിപ്പിക്കുന്നു. പക്ഷേ ഇതൊരു ശാശ്വത സമാധാന കരാറായി മാറുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ട്രംപ് തന്നെ ഈ ഒരു കരാറിനെ കുറിച്ച് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ഒരു വേഗത്തിലുള്ള പരിഹാരം പ്രതീക്ഷിക്കുന്നതായും പുടിനുമായി നേരിട്ട് സംസാരിക്കാൻ തയ്യാറെടുക്കുന്നതായും അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ഈ കരാർ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ഭാവിയിൽ എന്താണ് അർത്ഥമാക്കുന്നത്? നിർദ്ദിഷ്ട വെടിനിർത്തൽ നയതന്ത്ര പശ്ചാത്തലത്തിൽ ഒരു പ്രധാന മാറ്റത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. ഒരു ഷോർട്ട് ടേം വെടിനിർത്തൽ ഒരു താൽക്കാലിക വിരാമമായി വർത്തിക്കുമെന്നും ശാശ്വത സമാധാനത്തിന് അടിത്തറയിടുന്നതിനു പകരം ഇരുപക്ഷത്തെയും പുനഃസംഘടിപ്പിക്കാൻ അനുവദിക്കുമെന്നും ചില വിശകലന വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട്. മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്: സംഘർഷാനന്തര യുക്രൈനിന്റെ സുരക്ഷാ ഗ്യാരണ്ടികളെക്കുറിച്ചുള്ള ആശങ്കകൾ. ഈ ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ ഗ്യാരണ്ടികളുടെ ഭാഗമായി നേരിട്ടുള്ള സൈനിക ഇടപെടൽ പര്യവേക്ഷണം ചെയ്യാനുള്ള സന്നദ്ധത ചില യൂറോപ്യൻ രാജ്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് ചർച്ചകളെ കൂടുതൽ സങ്കീർണമാക്കിയേക്കാം. ഇനിയൊരു കാര്യം ഇതാണ്: യുദ്ധകളത്തിൽ യുക്രൈൻ സമ്മർദ്ദം നേരിടുകയാണ് ഇപ്പോഴും, പ്രത്യേകിച്ച് റഷ്യൻ സൈന്യം പുതിയ ആക്രമണങ്ങൾ ആരംഭിച്ച പ്രദേശങ്ങളിൽ. യുക്രൈൻ മോസ്കോയിൽ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണങ്ങളിലൊന്ന് നടത്തിയിട്ടുണ്ട്. റഷ്യൻ പ്രദേശത്തിനുള്ളിൽ ആക്രമണം നടത്താനുള്ള കഴിവ് പ്രകടമാക്കുകയും ചെയ്തു. അതേസമയം യുക്രൈൻ നഗരങ്ങളിൽ റഷ്യ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ തുടരുകയാണ്. എന്തായാലും ട്രംപിന്റെ നേരിട്ടുള്ള ഇടപെടൽ പ്രതീക്ഷയ്ക്ക് ഇനിയും വകയുണ്ട് എന്നൊരു പോസിറ്റീവ് സൂചനയാണ് നൽകുന്നത്. ബാക്കി കണ്ടു തന്നെ അറിയണം.